ഉപദേശം ചോദിക്കുന്നു. അവർ നൽകിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് അനുവദിക്കുകയാണ് ചെയ്തത്. അതെ, ഉപദേശവകുപ്പ് പറഞ്ഞത് ഇത്തരത്തിൽ കൗൺസിൽ യോഗം ഈ പറയുന്ന കാര്യത്തിൽ വോട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അംഗത്വം സംരക്ഷിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം കൊടുത്തു. ആ ഉപദേശമാണ് ആഭ്യന്തര വകുപ്പിൽ കത്തായി പുറത്തിറങ്ങിയത്. അപ്പോൾ ഉദ്ദേശം വ്യക്തമാണല്ലോ. ഉദ്ദേശം വ്യക്തമാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കണം. ആരെയാണ് സംരക്ഷിക്കുന്നത്? ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ മനുഷ്യൻ പുറത്തു നിൽക്കാൻ പാടില്ല, സമൂഹത്തിനാകെ വലിയ ആപത്തുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ട് ജയിലിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് കൃത്യമായ ഡീല്. ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇത് നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ മറ്റു മാനങ്ങളുമുണ്ട്. ആ മറ്റു മാനങ്ങൾ എല്ലാ തരത്തിലും RSSൻ്റെ BJPയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ളതാണ്. അപ്പം അങ്ങേയറ്റം താല്പര്യം അവർക്കുള്ളൊരു കേസിൽ അതിൻ്റെ ഭാഗമായി മാറാൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ചിലരെല്ലാം പറയുന്നുണ്ടല്ലോ ഇവിടെ BJPയുടെ ഭരണമാണോ നടക്കുന്നത് സംശയമുണ്ടെന്ന്. അപ്പോൾ അത് സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് 3 MLA-മാരേ ഉള്ളുവെങ്കിലും അവർക്ക് ആഗ്രഹിക്കുന്ന എന്തും നടപ്പാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആശ്വസിക്കാം. അല്ല, UDF എന്ന് പറഞ്ഞാൽ ലീഗല്ലേ അതിൽ പ്രധാനം. കോൺഗ്രസും ലീഗും കൂടിയുള്ളതല്ലേ UDF. ഇപ്പോൾ UDF-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ലീഗ് ഇങ്ങനെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അധികാരത്തിലേറിയതിന് ശേഷം പൂർണ്ണമായ സംഘപരിവാർ പാദസേവ എന്ന തരത്തിലേക്ക് അധപ്പതിക്കുകയാണ്. അതേ അവസ്ഥ ഇന്നിപ്പോൾ UDF സർക്കാരിന്റെ മുന്നിലുമില്ലേ? അവർക്കും ഫണ്ട് കിട്ടേണ്ടതില്ലേ? കേന്ദ്ര ഫണ്ട് കിട്ടേണ്ടതില്ലേ? അപ്പോൾ സ്വാഭാവികമായി പിന്മാറ്റം എന്ന് പറയുമ്പോൾ പിന്മാറിയാൽ ഫണ്ട് കിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വന്ന മറുപടിയിലും വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ അടഞ്ഞാൽ അല്ലെങ്കിൽ പിന്മാറിയാൽ കേരളത്തിന് കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് LDF സർക്കാരിന്റെ പോലെ തന്നെ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരില്ലേ? വളരെ കഷ്ടമായി പോയി കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ടും കർക്കിടക മാസമാണല്ലോ ഇത്. രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമനും സീതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെയായിപ്പോയി ഈ ചോദ്യം. ഇത്രയും സമയം ഞാനിത് എന്തിനാണ് പറഞ്ഞത് എന്നത് വല്ലാത്ത വിഷമത്തോടെ ഞാൻ ആലോചിക്കുകയാണ്. അത്രയും മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ വരുന്നെന്ന് പറയുന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരികയാണല്ലോ. നിങ്ങളെ ചോദ്യത്തിനുള്ള ആദ്യത്തെ കമൻറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാനെന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് UDF പ്രചരിപ്പിച്ചു വന്ന കാര്യം ഒരു തരത്തിലും ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ LDF-കാർ ഈ MOU ഒപ്പിട്ട് കഴിഞ്ഞു. MOU ഒപ്പിട്ടാൽ പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പിന്മാറാൻ പറ്റില്ല. എന്താ അബ്ദുൽ വഹാബിൻ്റെ ചോദ്യത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രി മറുപടി പറഞ്ഞത്? പിന്മാറാൻ എപ്പോഴും അവകാശമുണ്ട്. സ്കൂളുകളുടെ ലിസ്റ്റ് നൽകിയില്ലെങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാനാവില്ല. UDF ഇവിടെ എന്താ ആലോചിക്കുന്നത്? മോഡൽ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകാനാണ്. ഇവിടെ LDF ഒപ്പിട്ട MOUയുടെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിലും അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഒരു തവണയല്ല, ഞാൻ ഈ പത്രസമ്മേളനത്തിൽ നിരവധി തവണ അത് പറഞ്ഞു. അത് LDF-ൻ്റെ ആത്മാർത്ഥതയാണ് വ്യക്തമാക്കുന്നത്. PM-ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങളില്ല. SSK ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് ശരിയാണ്. ഞങ്ങൾ നയപരമായി തീരുമാനിച്ചു ഈ MOU ആയിട്ട് ഇനി നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് മരവിപ്പിച്ചു. അതറിയിച്ചു. അവിടെ കിടക്കുകയാണത്. ആ കിടക്കുന്നിടയ്ക്ക് എന്തിനാണ് നിങ്ങൾ പിന്നെ വീണ്ടും പുനർജീവിപ്പിക്കാൻ നോക്കുന്നത്? ഇവിടെ UDF ആലോചിച്ചത് എന്താണ്? LDF-നെ കുറ്റം പറഞ്ഞുകൊണ്ട് PM-ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള വഴികളാണ് തേടിയത്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ കാര്യം വസ്തുതയായിരുന്നോ? വസ്തുതയല്ലാന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ LDF-ൻ്റെ മേക്കിട്ടുകൊണ്ട് LDF-നെ കുറ്റം ചാരിക്കൊണ്ട്
PM-ശ്രീ പദ്ധതി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക എന്നുള്ളതാണ്, കാവ്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളതാണ്. ആ നയം എങ്ങനെയാണ് അതേവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിക്കാൻ പറ്റുന്നത്? അപ്പോൾ UDF പറയേണ്ടിയിരുന്നത് എന്താണ്? ഇവർ തെറ്റ് ചെയ്തു, അതേവരെ പറഞ്ഞ അങ്ങനെയാണല്ലോ. LDFകാർ ഇവരുമായിട്ട് ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്, ഞങ്ങളതിനില്ല, ഞങ്ങൾ PM-ശ്രീ നടപ്പാക്കാനേ ഇല്ല എന്ന ധീരമായ നിലപാടെടുക്കണ്ടേ? അതാണോ എടുത്തത്? ഇതിൻ്റെ മറവിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കാനല്ലേ പുറപ്പെട്ടത്? അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യം നമ്മൾ കാണേണ്ടത്. ഇതിൽ നിന്ന് പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല. പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ പിന്മാറിയതാണ്. തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫണ്ട് നൽകില്ല. ഫണ്ട് നൽകലാണ് PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടി. അപ്പോൾ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഇവിടെ പ്രശ്നം. SSK ഫണ്ട് വാങ്ങുന്നതിലൊരു പ്രശ്നമില്ല, അതെല്ലാ കാലവും വാങ്ങുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രശ്നം നമ്മളിവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. PM-ശ്രീ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന അജണ്ടയാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്.